ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഋഷിയുടെ നിർദ്ദേശപ്രകാരം അരുന്ധതി എന്നുണ്ടെങ്കിൽ ചന്ദ്രത്തി വീട്ടിലേക്ക് പോകുന്നുണ്ട്. പ്രഭാവതിയുടെ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഹരിവക്കീര് അന്ന് വീട്ടിൽ വന്ന സമയത്ത് എനിക്കൊരു കോടതിയുടെ അകത്ത് ഇരിക്കുന്ന പോലെയാണ് തോന്നിയത്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് പറ്റിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം ഏതായാലും മനസ്സിലായി. എൻ്റെ മകൻ്റെ തിരോധാനത്തിന് പിന്നാലെ ചന്ദ്രത്ത് വീട്ടിലെ ഒരാളല്ല ഒന്നിലധികം പേരുണ്ടെന്ന് എനിക്ക് തീർത്തും മനസ്സിലായി. എനിക്ക് നന്ദനെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് അത് പറ്റില്ല എന്ന് തന്നെ പ്രഭാവതി പറയാണ്. പക്ഷെ ദേവിക എന്നുണ്ടെങ്കിൽ നന്ദു ഇവിടെ ഉണ്ടെങ്കിൽ അരുന്ധതി മേഡം കണ്ടിട്ട് പോക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി എന്നുണ്ടെങ്കിൽ നന്ദനെ കാണാൻ വേണ്ടി പോവാണ്. ഒരു കാര്യവും വിട്ടു പറയരുത് എന്നിങ്ങനെ ദേവിക എന്നുണ്ടെങ്കിൽ കണ്ണടിച്ചിട്ട് നന്ദനോട് പറയുന്നുണ്ട്. പക്ഷെ അരുന്ധതിയെ കണ്ടത് നന്ദനാന്നുണ്ടെങ്കിൽ ആകെ ഷോക്കായി പോലെ നിൽക്കുകയാണ്. എൻ്റെ മകനെ നീ എന്ത് ചെയ്തു, അവനെ നീയല്ലേ കൊന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് അരുന്ധതി എന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യത്തോടെ പറയണ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാനാവാതെ നന്ദനാന്നുണ്ടെങ്കിൽ നിൽക്കുകയാണ്. ഏതായാലും ദേവിക പറഞ്ഞ പ്രകാരം നന്ദൻ നുണ പറയുന്നുണ്ട്. അതായത് തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കുകയാണ്. ഇതെല്ലാം കണ്ട ശേഷം അരുന്ധതി എന്നുണ്ടെങ്കിൽ പുറത്തു വന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട്, ഇവിടെ വരുന്നവരെ എനിക്ക് ഒരു ഡൗട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായി. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളെയൊന്നും ഞാൻ വെറുതെ വിടില്ല. ഭരണപക്ഷത്തെ MLA യും ഇപ്പോഴത്തെ MLA ഒക്കെ ഉള്ളതുകൊണ്ട് കേസ് തെളിയിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ അതൊന്നും തന്നെ എന്നെ ബാധിക്കില്ല. ഞാൻ നിങ്ങളെല്ലാവരും ജയിലിൽ കയറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ദേവിക്കാന്നുണ്ടെങ്കിൽ നന്ദൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് നല്ല വിഷമാവുന്നുണ്ട്. ഒന്നാമത് ആകെ തകർന്നൊരവസ്ഥയിലാണ് നന്ദൻ ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് അരുന്ധതിയും ഇങ്ങനെ വന്നത്. അത് കൂടുതൽ നന്ദനെ തകർക്കുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഒരു MLA ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോണ സമയത്ത് ദേവിക എന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയെ കാണുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് വീട്ടിലേക്ക് അരുന്ധതി മേഡം വന്നിട്ടുണ്ടായിരുന്നു. കുറെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നന്ദുനെയും കണ്ടിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സ് ഏതൊരു നിമിഷം നന്ദു രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതേ താലിയുടെ ബലത്തിൽ തന്നെയായിരിക്കും എന്നൊക്കെ ചന്ദ്രമതിയോട് സങ്കടം പറയാണ്. ചന്ദ്രമതിക്കാന്നുണ്ടെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് നല്ലോണം പേടിയാവുന്നുണ്ട്. പണ്ട് തന്നെ പ്രഭാവതി ചെയ്ത ക്രൂരതയ്ക്ക് എണ്ണി ചോദിച്ചാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഋഷിയുടെ കാര്യത്തിൽ മകൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവാനും അരുന്ധതി മടിക്കില്ല എന്നൊരു കാര്യം ചന്ദ്രമതി എന്നുണ്ടെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട്. പിന്നീട് അരുന്ധതി വന്ന കാര്യം എല്ലാം തന്നെ പ്രഭാവതി എന്നുണ്ടെങ്കിൽ ഹരിവക്കീലിനോട് പറയുന്നുണ്ട്. ഒരു വക്കീലും റിട്ടയർഡ് ജഡ്ജി എന്ന നിലയിലും കുറെ കാര്യങ്ങളിലൊക്കെ തന്നെ ഡൗട്ടുണ്ട്. അതായത് സ്വന്തം മകൻ കാണാതെ പോയതിൻ്റെ ഒരു വിഷമം പോലും അരുന്ധതിയുടെ മുഖത്തില്ല. മറിച്ച് എന്തൊക്കെ ഭയക്കണോ എന്നൊക്കെയാണ് ഹരിവക്കീലിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഹരിവക്കീൽ എന്നുണ്ടെങ്കിൽ വീണ്ടും അരുന്ധതിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വക്കീലിനെ കണ്ടതും അരുന്ധതി എന്നുണ്ടെങ്കിൽ ആകെ പേടിക്കുകയാണ്. ഏതായാലും വക്കീൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, അതും നിങ്ങൾ ശ്രദ്ധിച്ചെന്നെ കേൾക്കണം. ഇനി വരാൻ പോകുന്ന ഋഷിയെ പറ്റിയുള്ള അപകടമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് അരുന്ധതിയോട് പറയണത്. ഇനിയിപ്പോൾ ഈ ഹരിവക്കീല് എൻ്റെ അമ്മനെ സ്വാധീനിക്കോ എന്നൊരു കാര്യം ഋഷിക്കാന്നുണ്ടെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. പക്ഷെ ഹരിവക്കീല് പറയുന്ന കാര്യത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് നന്ദനി ഭയക്കുന്നത് പോലെ ഋഷിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു കാര്യം വക്കീലിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇതോട് കൂടിയിട്ട് അരുന്ധതിക്കും ഋഷിക്കും നല്ല പേടിയാവാണ്. ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുമോ എന്നൊരു കാര്യം അവര് നല്ലോണം തന്നെ അലട്ടുന്നുണ്ട്. പിന്നീട് ഋഷിയാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇസബെല്ലയെ വിളിച്ച് പറയുന്നുണ്ട്. അതായത് ഹരിവക്കീല് ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്നെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ തന്നെ അമ്മയോട് പറഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ തന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്നെ ഈ കേസിൽ ഞങ്ങൾ എന്തായാലും കൊണ്ടുവരില്ല, അതോർത്തിട്ട് നീ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി സമാധാനിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇതേ സമയത്ത് കെവിനെ കാണാനായിട്ട് ശാരിക വരുന്നുണ്ട്. എന്നിട്ട് ദേവികയുടെയും നന്ദന്റെയും കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. നന്ദേട്ടന് ഈ കൊലപാതകത്തില് ഏതെങ്കിലും തരത്തില് കെവിനേട്ടൻ സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ കെവിനാന്നുണ്ടെങ്കിൽ ആകെ പേടിക്കുകയാണ്. എല്ലാ സത്യങ്ങളും ശാരികയോട് തുറന്നു പറഞ്ഞിട്ട് നന്ദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നെല്ലാം പറഞ്ഞു വെച്ചാൽ ശാരികയ്ക്ക് എന്നോടുള്ള സ്നേഹം കൂടും എന്ന് പറഞ്ഞിട്ട് കെവിനാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശാരികയോട് തുറന്നു പറയാനായിട്ട് തീരുമാനിക്കുകയാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഹരിവക്കീലും ശാരികയും ഒന്നിച്ച് എല്ലാ തെളിവുകളും കണ്ടെത്തിയിട്ട് കെവിനെയും ഇസബെല്ലിനെയും മരിച്ചു എന്ന് പറയുന്ന ഈ ഋഷിയെയും തന്നെ പുറത്തു കൊണ്ടുവരും. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിൻ്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.